കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നവീനും ഗാഥയും തമ്മിൽ ഒന്നിച്ച് ചേർന്ന് നിന്ന് സംസാരിക്കുകയും അവർ പ്രണയത്തോടെ ഓരോന്നൊക്കെ പറയുകയും പരസ്പരം നോക്കുകയൊക്കെ ചെയ്തു നിൽക്കുവാണ്. അന്നേരം നവീൻ പറയുന്നുണ്ട്, സത്യം പറയാലോ ഗാഥ, തൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. നവീൻ എപ്പോഴും ഇനി ഇതുപോലെ തന്നെയായിരിക്കും. നവീൻ നോക്കിക്കോ, ഇനി നവീൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ഈ ബെഡ്റൂമിൽ വരുമ്പോഴായിരിക്കും. നമ്മുടെ ജീവിതം ഇനിയാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ അവരുടെ ആ സന്തോഷവും സ്നേഹമൊക്കെ കണ്ടിട്ട് കലിബുണ്ട് അതെല്ലാം കണ്ടു നിൽക്കുന്ന കീർത്തിയുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ഫ്ലവർ വാൾസ് എടുത്ത് താഴോട്ട് പൊട്ടിക്കുവാണ്. അങ്ങനെ വെച്ചിട്ട് നവീനും ഗാഥയും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുക. ഈ സമയം കീർത്തി പറയണേ, സോറി, എൻ്റെ കൈ തട്ടി അറിയാതെ തട്ടി താഴെ പോയതാ. അങ്ങനെ പറഞ്ഞ് കീർത്തി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗാഥ പറയണേ, നമ്മളെ സ്നേഹിക്കുന്നതെന്നും കണ്ടിട്ട് അവൾക്ക് സഹിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും താൻ കാര്യമൊക്കെ നിൽക്കണ്ട. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊന്ന് പോകണം. ഇങ്ങോട്ട് ഓഫീസിൽ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. മാണിക്ക് ഞാൻ വിളിച്ചു, ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലയൻറ്റുമായിട്ട് ചെറിയൊരു മീറ്റിംഗ്. അധികം ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരാം. എന്തുപറ്റി, തനിക്ക് വിഷമമായോ? ഏയ് ഒന്നുമില്ല. നവീൻ വരുന്നത് വരെ നവീനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഈ റൂമിൽ തന്നെ ഇരുന്നോളാം. അധികം ലേറ്റ് ആവണമെന്ന് നിൽക്കരുത്, പെട്ടെന്ന് വേണം കേട്ടോ. പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് വേഗം തന്നെ വന്നോളാം. ഇന്ന് രാത്രി ഈ ആകാശവും ഭൂമിയൊക്കെ നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ചിരിക്കട്ടെ എന്ന്. ഞാൻ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് കേട്ട് നാണത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്ടോ ഗാഥ. അങ്ങനെ നവീൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗാഥ ഒത്തിരി സന്തോഷത്തോടെ ആ റൂമിൽ മുഴുവൻ നവീൻ്റെ ഓർമ്മകൾ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ തങ്കത്തിനോട് അനിയൻ സാറിനെ പറ്റിയ അപകടത്തെക്കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണ്. കൃഷ്ണ പറയണേ, ചെയ്യാത്ത തെറ്റിനാ ഇത്ര നാൾ അനിയൻ സാറ് ജയിലിൽ കിടന്നത്. ഇപ്പോൾ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും ശത്രുക്കൾ അടങ്ങിയിരിക്കാൻ സമ്മതിക്കുന്നില്ല. സാറിൻ്റെ ജീവനെടുക്കാൻ വേണ്ടി നടക്കുവാണ് ചുറ്റിനും ആൾക്കാർ. പാവം സാറിൻ്റെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുവാണ്. എൻ്റെ ആരുമല്ല, എന്നിട്ടും അനിയൻ സാറെന്ന് പറയുമ്പോഴും അതിൻ്റെ അടുത്ത് പോകുമ്പോഴും വേണ്ടപ്പെട്ട ആരോ അടുത്ത് നിൽക്കുന്നത് പോലെയും അയാൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ ഒരു തോന്നലാണ്. വല്ലാത്തൊരു ആത്മബന്ധം തോന്നുവാണ്. അന്നേരം തങ്കം പറയുന്നുണ്ട്, നീ പറയുന്നത് ശരിയാ മോളെ. ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ആരാ എന്താ എന്നൊന്നും അറിയാതെ നമുക്ക് വേണ്ടി ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്ത നല്ലൊരു മനുഷ്യനല്ലേ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നീ അന്വേഷിക്കണം. നാളെ രാവിലെ തന്നെ ചെന്ന് നോക്കണം മുറിവൊക്കെ ഉണങ്ങിയോ എന്നൊക്കെ. എന്നാലും നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. അവിടെ നിൽക്കാൻ പറ്റാതായിട്ട് ആ നാട്ടിൽ നിന്ന് നമ്മൾ ആകെ ഉണ്ടായിരുന്ന ബന്ധം പോലും ഉപേക്ഷിച്ച ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഇവിടെ ഇപ്പോൾ സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ. നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ആ സെൽവനെ അടിച്ചൊതുക്കുക കാരണമല്ലേ അനിയൻ സാറിനും ഈ ഭീഗതി വന്നത്. അന്നേരം കൃഷ്ണ പറയണേ, അത് തന്നെയാമേ എൻ്റെ സങ്കടം. സാറിനറിയാം തന്നെ കൊല്ലാൻ വന്നത് സെൽവനും കൂട്ടരും തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് സാറ് പോലീസിലൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാതെ സാറ് തന്നെ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പേരിൽ അനിയൻ സാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീണ്ടും വല്ല പ്രശ്നത്തിലേക്കും പോകുമെന്നാണ് എൻ്റെ പേടി. എന്താണെങ്കിലും നാളെ അനിയൻ സാറിനെ ചെന്ന് കാണുമ്പോൾ അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. ഈ സമയം തങ്കം പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും സാറിന് അരികിൽ തന്നെ ഇരിക്കണം. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഒന്നുമില്ലെങ്കിലും നീ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തല്ലേ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ പരിഗണനയും നീ കൊടുക്കണം. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന കൃഷ്ണനെയാണ്. അങ്ങനെ കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിക്കണമെന്നും ഇപ്പം തന്നെ എടുത്ത് കഴിക്കണമെന്നൊക്കെ കൃഷ്ണ ശ്രീനിവാസനോട് പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറയണേ, മോള് പേടിക്കണ്ട, ഞാൻ വേണമെങ്കിൽ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം എന്നൊക്കെ പറയുവാണ്. ഈ സമയത്തായിരിക്കും സത്യവതി മരുന്നൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ശ്രീനിവാസ ഫോൺ കട്ട് ചെയ്യുക. ആ ചേച്ചി, മരുന്ന് തന്നോളൂ. നീ ഇപ്പോൾ വിളിച്ചത് കൃഷ്ണയായിരുന്നു. മരുന്ന് കഴിക്കണ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. കഴിച്ചില്ലെങ്കിലേ അവൾ വന്ന് ശരിയാക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സന്തോഷത്തോടെ അതൊക്കെ വാങ്ങിയിട്ട് കഴിക്കുവാണ്ടോ. എന്നിട്ട് കൃഷ്ണയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം സത്യവതി പറയുന്നുണ്ട്, എന്നാലും ശ്രീനിവാസ നീ ഒന്ന് സൂക്ഷിക്കണം, ചുറ്റും ശത്രുക്കളുള്ളതാ. ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ എനിക്കാണെങ്കിൽ കൂടുതൽ പേടിയാകുക. ഞാൻ ഏട്ടനോടും എൻ്റെ മോനോടും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ ഈ കാര്യം അറിഞ്ഞിട്ട് ഉടനെ വരാമെന്നാണ് പറഞ്ഞത്. ചേച്ചി എന്തിനാ അവരെയൊക്കെ ഇത് വിളിച്ചറിയിക്കാൻ പോയത്? അങ്ങനെ എനിക്ക് പേടിക്കാനുള്ള കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ. പിന്നെ ദൈവം എൻ്റെ ആയുസെടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ടല്ലേ ദൈവം വെച്ചതുപോലെ കൃത്യസമയത്ത് കൃഷ്ണമോൾ വന്നെന്നെ രക്ഷിച്ചത്. അന്നേരം സത്യവതി ചോദിക്കുക, നിനക്കിപ്പോൾ ഏതു നേരം കൃഷ്ണയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളല്ലോ. അന്നേരം ശ്രീനിവാസ് പറയണേ, ചേച്ചിക്കറിയാഞ്ഞിട്ടാ. ചേച്ചി അവളെ ഒന്ന് അടുത്ത് പരിചയപ്പെട്ട് നോക്ക്. ചേച്ചിക്ക് മോളെ ഒത്തിരി ഇഷ്ടവും ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സംസാരം പെരുമാറ്റമൊക്കെ കൃഷ്ണമോളുടേത്. എനിക്കവളെ കാണുമ്പോൾ എൻ്റെ മോളെ തന്നെ ഓർമ്മ വരുന്നത്. എൻ്റെ മോളെ അധികം വൈകാതെ ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ എനിക്ക് 2 മക്കളാകും ഉണ്ടാകാൻ പോകുന്നത്. അന്നേരം സത്യവതി പറയണേ, നീ എന്തൊക്കെയാണ് ശ്രീനിവാസായി പറയുന്നത്? നീ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന നിൻ്റെ മോൾക്ക് നീ മറ്റൊരു പെൺകുട്ടിയെ മോളെ പോലെ കൊണ്ട് സ്നേഹിക്കുന്നത് ഇഷ്ടമല്ലെങ്കിലോ? അന്നേരം ശ്രീനിവാസ് പറയണേ, ഏയ് എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എൻ്റെ മോളല്ലേ, അവൾ എന്നെ പോലെ ചിന്തിക്കൂ. ചേച്ചി നോക്കിക്കോ.
എന്നാണെങ്കിലും ഇനി അധികം സംസാരിച്ച സമയം കളയണ്ട, കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഉറങ്ങാൻ തന്നെ പോകുക, അല്ലെങ്കിൽ കൃഷ്ണമോൾ കൃത്യസമയത്ത് വിളിക്കും, ഉറങ്ങിയില്ലേന്ന് ചോദിച്ച് എന്നെ അതിലും വഴക്ക് പറയും. സത്യം പറയാലോ ചേച്ചി, കൃഷ്ണമോളെ പോലെ ഇതുപോലെ സ്വന്തം മോളെ പോലെ നിന്ന് സ്നേഹിക്കാൻ ഒരു മോളുണ്ടായത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. അവൾ ദൈവമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് അയച്ചത്. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ ശ്രീനിവാസ് അവിടെ നിന്നും പോകുവാണ്. അന്നേരം ശ്രീനിവാസും കൃഷ്ണയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചൊക്കെ നേരിട്ട് കണ്ട് ആകെ കലിയിളകി നിൽക്കുവാൻ കേട്ടോ സത്യവതി. പിന്നീട് കാണിക്കുന്നത് ഗാഥ നവീൻ്റെ ഫോണിലേക്ക് വിളിക്കുക. നവീൻ എന്തായി, ഓഫീസിലെത്തിയോ? ഇല്ല, ഞാൻ പൊക്കോണ്ടിരിക്കുക. അവിടെ മാണിക്കുഞ്ഞും ക്ലയൻറ്റും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഉടനെ എത്തും. ശരി ശരി, മീറ്റിംഗ് കഴിഞ്ഞാൽ വേഗം തന്നെ ഇങ്ങോട്ട് വരണം. എന്നിട്ട് ആ മാണിക്കുഞ്ഞിനോട് പറയണം ഇനി ഒരു കാര്യം പറഞ്ഞ് ഇനി വിളിക്കരുതെന്ന്. ഈ സമയം റൂമിൻ്റെ പുറത്ത് നിന്ന് കീർത്തി ഇതെല്ലാം കേൾക്കുന്നുണ്ടാകും. അന്നേരം നവീൻ പറഞ്ഞേ, ഓ ശരി ശരി, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നവീൻ ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴേക്കും നവീൻ്റെ ഫോൺ ഞാൻ വാങ്ങിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ഇനി ആരും നവീനെ വിളിക്കേണ്ട. ഇന്നത്തെ രാത്രി ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അത് കെട്ടിച്ചിരിച്ചുകൊണ്ട് നവീൻ പറയണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാവരോടും പറയാം ഇന്ന് നവീനും ഗാഥ ഒന്നിക്കുവാണ്, ആരും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലെന്ന്. അത് കേട്ട് നാണത്തോടെ ചിരിക്കുവാൻ കേട്ടോ ഗാഥ. ശരി, എത്രയും പെട്ടെന്ന് വാ, ഞാനിവിടെ കാത്തിരിക്കുവാണ്. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഇതെല്ലാം കേട്ടിട്ട് കീർത്തിക്ക് അങ്ങ് ദേഷ്യം വരുവാ. ഓ അത് ശരി, അപ്പിയുള്ള രണ്ടും കളിപ്പിച്ച് തന്നെയാണല്ലേ. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിന് റൂമിലേക്ക് ചെല്ലുവാണ്. ഈ സമയം നിർമ്മലയും ഉദയനും ഒക്കെ റൂമിലുണ്ടാകും. അന്നേരം കീർത്തി അവരോട് പൊട്ടിത്തെറിക്കുക. അത് കാണുന്നതും ഉദയൻ ചോദിക്കണേ, എന്തു പറ്റി, എന്താ കീർത്തി നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ സമയം കീർത്തി പറയണേ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ ഉണ്ടല്ലോ ആ ഗാഥ നവീൻ വരുന്നതും കാത്തിരിക്കുവാണ്. എന്നിട്ട് വേണമല്ലോ അവൾക്ക് ആദ്യ രാത്രി ആഘോഷിക്കാനായിട്ട്. അതിന് നിനക്കെന്താ പ്രശ്നം? അവർ ഭാര്യ ഭർത്താവും തമ്മിൽ ഒരുമിച്ചൊരു റൂമിലല്ലേ ഉറങ്ങേണ്ടത്. ഓ അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾക്കൊരു ചിന്തയും വിലയൊന്നുമില്ല അല്ലേ? ഞാൻ അതൊക്കെ കണ്ട് സഹിച്ച് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഇവിടെ നിൽക്കണം അല്ലേ? അതിനുവേണ്ടിയാണോ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്? അവരങ്ങ് ഒന്നിച്ചോട്ടെന്ന് വിചാരിച്ച് എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ മോളെ എന്ന് ഉദയം ചോദിക്കുക. ഈ സമയം നിർമ്മല പറയണേ, എൻ്റെ ഉദയേട്ടാ, നമ്മൾ അതിനു വേണ്ടിയിട്ടാണോ ഇവിടെ ഇത്രയും നാളും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്? മോൾ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ രണ്ടുപേരുടെയും ആദ്യ രാത്രി ഇന്ന് അവിടെ നടക്കാൻ പാടില്ല. അവരൊന്നിച്ച് ഒരു റൂമിൽ ഉറങ്ങരുത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിർമ്മലേ? അല്ല അന്നത്തെ പോലെ ആ മരുന്നുള്ളതും പൊടിച്ചു കൊടുത്താലോ? എൻ്റെ ഉദയേട്ടാ, അവൾ മരുന്ന് കഴിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പല്ലേ? ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? അങ്ങനെയാണെങ്കിലേ നമുക്ക് പണ്ടത്തെ നാഗത്തിൻ്റെ ശവം തന്നെ എടുത്താലോ? അത് കൊള്ളാം, അത് നല്ല ഐഡിയേ. അത് കേൾക്കുന്നതും കീർത്തി പറയണേ, ഇനിയിപ്പോൾ അവൾക്ക് പേടിവാറിയൊക്കെയല്ലേ തിരിച്ചു വന്നിരിക്കുന്നത്, പിന്നെ വീണ്ടും നാഗത്തിന് വെച്ച് എന്ത് ചെയ്യാനാ? എടി ആ കാര്യം ഓർത്ത് നീ ടെൻഷനാവണ്ട, ഞാനും നിൻ്റെ അമ്മയും കൂടി വേണ്ട പോലെ പ്ലാൻ ചെയ്തോളാം. നാഗത്തിനെ വെച്ച് തന്നെ അവളുടെ ഉള്ളിലെ ഭയത്തെ നമ്മൾ തിരികെ കൊണ്ടുവരുന്നു. അതിനെ നിങ്ങളാട്ടിനെ ഒന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ മുമ്പിൽ നിന്ന് ചെയ്തോളാം. ഇനി നിങ്ങളെന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് കൂട്ടിയിട്ട് വേണം ഇവിടെയുള്ള എല്ലാവരും കൂടി അത് കണ്ടുപിടിക്കാൻ. ഓ ശരി, എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുട്ടുബുദ്ധികൾ ചെയ്യാനായിട്ട് നിന്റെ തരം കഴിവ് എനിക്കില്ല, അത് ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് നീ തന്നെ ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞ് അവർ മൂന്നുപേരും കൂടി ഗാഥക്കിട്ട് പണി കൊടുക്കാൻ റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ ഒരു പമ്മി ഗാഥയുടെ റൂമിൻ്റെ സൈഡിലുള്ള ജനലിൻ്റെ അവിടെ വന്ന് മറഞ്ഞു നിൽക്കുവാണ്. ഈ സമയം ഗാഥയും ഓരോന്നൊക്കെ ആലോചിച്ച് ജനലിൻ്റെ അവിടെ നവീനോത്തുള്ള പുതിയ ജീവിതത്തിൽ തുടങ്ങുവാണല്ലോ. അപ്പത്തിൻ്റെ സന്തോഷത്തിൽ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നാളത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ഗാഥ. ഈ സമയം നിർമ്മല ഉദയനും കീർത്തിയും കൂടി പമ്മി ആ ജനലിൻ്റെ അടിക്ക് വന്ന് നിൽക്കുവാണ്. എന്നിട്ട് നിർമ്മല കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന റോസാപ്പൂ ഉണ്ടല്ലോ അതിൻ്റെ മുള്ളിൽ വെച്ച് ഗാഥയെ കുത്താനാണ് ശ്രമിക്കുന്നത്. ഈ സമയം ഒരു റബ്ബർ പാമ്പിനെ കൊണ്ട് ഉദയനും വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പാമ്പിനെ ഉണ്ടല്ലോ ജനലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം ഗാഥയുടെ കയ്യിലേക്ക് പതിയെ ആ റോസാപ്പൂവിനെ മുള്ളു വെച്ച് ഒരു കുത്തും കൊടുക്കുവാണ്. എന്നിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് കളയുക. ഈ സമയം കുത്തുകൊണ്ട് ഗാഥ വേദന കൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവിടെ ജനലിരിക്കുന്ന പാമ്പിനെ. അതുകൊണ്ട് പാമ്പാണ് തന്നെ കൊത്തിയതെന്നും പറഞ്ഞ് ഗാഥ അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുക. അയ്യോ ഓടി വന്നെ, എൻ്റെ കയ്യിൽ പാമ്പ് കൊത്തിയേ, ഞാനിപ്പോൾ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗാഥ കരയുവാണ് കേട്ടോ. ഈ സമയം സുമിത്ര മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അന്നേരം ഒന്നും അറിയാത്തതുപോലെ നിർമ്മല ഉദയനും കീർത്തിയൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. അന്നേരം ഗാഥ പറയണേ, അമ്മേ എൻ്റെ കയ്യിൽ പാമ്പ് കൊത്തി, ആ പാമ്പ് ജനലിലൂടെ കൂടി പോകുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ ഈശ്വര, എന്ത് ചെയ്യും, ചതിച്ചോ നാഗദൈവങ്ങളെ എന്നും പറഞ്ഞ് മുത്തശ്ശിയും ആകെ ഞെട്ടലോടുകൂടി ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അയ്യോ എത്ര വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തുപോകും. അന്നേരം സുമിത്ര പറയണേ, അയ്യോ അമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സുമിത്ര നീ എത്രയും പെട്ടെന്ന് നവീനെ വിളിക്ക്. അവനെ വിളിച്ചാലോ അവന് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, ഓഫീസിലെന്തോ ആവശ്യത്തിന് പോയിരിക്കുവാണ്. ഒരു കാര്യം ചെയ്യ് ഉദയ, വേഗം വണ്ടി എടുക്ക്, മോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ഇപ്പോൾ തന്നെ എടുക്കാം. എന്നാലും ഈ വീട്ടിലെ നശിച്ച നാഗശാപം ഇതുവരെ തീർന്നില്ലേ? എന്ത് പാമ്പാണോ കൊത്തിയതെന്തോ, ഉഗ്രവിഷമുള്ളതെങ്ങാനും ആണെങ്കിൽ തീർന്നു.
ദേ ഞാൻ വേഗം പോയി വണ്ടി എടുക്കാം, മോളെയും കൂട്ടിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് ഗാഥ മോളെയും പിടിച്ചുകൊണ്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ മാണിക്കുഞ്ഞ് നവീനും കൂടി തിരിച്ചെത്തുന്നത്. അങ്ങനെ ഗാഥേനെയും കൂട്ടി എല്ലാവരും ടെൻഷനിൽ പുറത്തേക്ക് വരുന്നത് കണ്ട് നവീനും ടെൻഷനാകുക. എന്താ എന്താ പറ്റിയത്, എന്താ അമ്മ സംഭവിച്ചത്? അന്നേരം ഗാഥ നവീൻ്റെ അരികിലേക്ക് ചെല്ലുക. നവീൻ, എൻ്റെ കയ്യിൽ പാമ്പ് കൊത്തി, ഞാൻ കണ്ടതാ ആ ജനലിൻ്റെ അവിടെ നിന്ന് പാമ്പ് ഒഴിഞ്ഞു പോകുന്നത്. ഞാനിപ്പോൾ മരിച്ചു പോകും നവീൻ, എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ഗാഥ താൻ വേഗം വാ, അമ്മേ ഒന്ന് വണ്ടി കയറ്. അങ്ങനെ പറഞ്ഞ് നവീനും മാണിക്കുഞ്ഞും കൂടി ഗാഥയെ കൂട്ടി കാറെടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ നാഗദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം പ്ലാനെല്ലാം സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ബാക്കി 3 പേരും. പിന്നീട് കാണിക്കുന്നത് ഗാഥേനെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ ചെന്ന് കാണിക്കുന്നതാണ്. ഡോക്ടർ അങ്ങനെ ഗാഥയുടെ കയ്യിലെ മുറിവൊക്കെ പരിശോധിക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുക, കുട്ടിക്ക് വേദനയോ തലകറക്കോ ഛർദിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓ ഒന്നുമില്ല ഡോക്ടർ, എന്തെങ്കിലും ചെയ്ത് എന്നെ വേഗം ഒന്ന് രക്ഷിക്ക്, ഞാൻ നോക്കുമല്ലേ കുട്ടി, സമാധാനമായിട്ടിരിക്കുക. എന്തെങ്കിലും തളർച്ച പോലെയോ വോമിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓ ഇല്ല, നിങ്ങൾ എന്തിനാ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എത്രയും പെട്ടെന്ന് എനിക്ക് വേണ്ട ചികിത്സ താം. മോളെ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക എന്ന് സുമിത്ര പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. ഈ സമയം ഡോക്ടർ പറയണേ, ഈ കുട്ടിയെ പരിശോധിച്ചതിൽ നിന്നും പാമ്പ് കടിച്ചതായിട്ടൊന്നും തോന്നുന്നില്ല, ഒന്നുകൂടി നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് വീണ്ടും കയ്യിലൊക്കെ പരിശോധിക്കുവാണ്. എന്നിട്ട് കയ്യിൻ്റെ ഉള്ളിൽ ആ മുറിവിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന റോസാപ്പൂവിന് മുള്ളുണ്ടല്ലോ, അത് കത്രിക കൊണ്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് പറയണേ, അതെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്നത് കുട്ടിയുടെ തെറ്റിദ്ധാരണ കാരണം കുട്ടിയുടെ കയ്യിലെ റോസാപ്പൂവിൻ്റെ മുള്ള കയറിയിരിക്കുന്നത് നോക്ക്. ഡോക്ടർ എന്താ പറയുന്നത്? ഞാൻ കണ്ട കാഴ്ച കള്ളോണെന്നാണോ? എൻ്റെ കയ്യിലെ പാമ്പ് തന്നെയാണ് കുത്തിയത്, ആ പാമ്പ് എഴുഞ്ഞു പോകുന്നത് ഞാൻ കണ്ടതല്ലേ. അങ്ങനെ പറഞ്ഞാൽ ദേഷ്യത്തിരിക്കുന്ന ഗാഥനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. ഇവിടെ പ്രൊമോയിൽ കാണിക്കുന്നത് ഡോക്ടർ നടന്ന കാര്യങ്ങളെല്ലാം നവീനോട് പറയുവാണ്. ഈ കുട്ടിയുടെ കയ്യിൽ പാമ്പൊന്നും കടിച്ചിട്ടില്ല, ദേ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ റോസാപ്പൂവിൻ്റെ മുള്ള്, അതുകൊണ്ട് കുത്തിയപ്പോൾ നല്ല ഇലകളോ മറ്റോ നീങ്ങുന്നത് കണ്ടു കാണും, അതുകൊണ്ടായിരിക്കും പാമ്പ് കടിച്ചതാണെന്ന് ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവി, ഞാൻ നിന്നത് നമ്മുടെ റൂമിൻ്റെ അവിടെയുള്ള ജനലിലാണ്, അവിടെ എവിടെയാണ് റോസാപ്പൂ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം, എന്നെ കടിച്ചത് പാമ്പ് തന്നെയാണ്. ഈ സമയം നവീനാണെങ്കിൽ ഗാഥയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുവാണ്. എടാ ഡോക്ടർ പരിശോധിച്ചതല്ലേ, മാത്രമല്ല തൻ്റെ കയ്യിൽ നിന്ന് റോസാപ്പൂവിൻ്റെ മുള്ളും കിട്ടിയില്ലേ. ഗാഥ താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ, നാഗത്തിനെ കുറിച്ച് ഓർക്കുന്നത് കാരണോ തനിക്ക് അങ്ങനെ തോന്നിയത്? താൻ സമാധാനത്തോടെ തിരിച്ചു വാ. ഇല്ല, നവീൻ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഞാനിനി അങ്ങോട്ടേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്ക് വന്നാൽ എൻ്റെ ഏതെങ്കിലും പാമ്പ് കൊടുത്തി ഞാൻ ചത്ത് കിടക്കേണ്ടത് കാണേണ്ടി വരും, എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ടേക്ക് എന്ത് തന്നെ സംഭവിച്ചാലും വരില്ല എന്ന് ഗാഥ തറപ്പിച്ച് പറയുവാണ്. ഈ സമയം നവീൻ പറയണേ, എടോ ഇതെല്ലാം നല്ല തെറ്റിദ്ധാരണയാണ്, എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് തന്നെ ഞാൻ ബോധ്യപ്പെടുത്തിയിരിക്കും. അങ്ങനെ പറഞ്ഞ നവീൻ മാണിക്കുഞ്ഞിനെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. എന്നിട്ട് അവിടെയെല്ലാം പരിശോധിക്കുവാണ് കേട്ടോ. ഈ സമയം ജനലിൻ്റെ അവിടെ നിന്ന് നിർമ്മലയ്ക്ക് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു റോസാപ്പൂ ഉണ്ടല്ലോ, അത് നവീൻ്റെ കയ്യിൽ കിട്ടുവാണ്. നവീൻ അങ്ങനെ അവിടെ നിന്നും ആ പൂ എടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നിർമ്മലയും കീർത്തി ഉദയനും ചേർന്ന് അവരുടെ പ്ലാൻ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം അവരുടെ സംസാരം നവീനും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇവരൊപ്പിച്ച പണിയാണെന്ന് നവീന് മനസ്സിലാകുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്